ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവോ 125 വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസായിട്ടാണ് പറഞ്ഞേക്കണേ. അത് കൂടാണ്ട് ഒന്ന് രണ്ട് കംപ്ലയിൻസുകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. വണ്ടി ഒന്ന് ഓടി സ്ലോ ആവുന്ന സമയത്ത് വണ്ടി ഓഫായി പോകണ കംപ്ലയിൻ്റ് ഉണ്ട്. ബ്രേക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം. മിറർ ലെഫ്റ്റ് സൈഡിലെ ലിവറിൻ്റെ ബാൻഡ് ലൂസായിട്ട് കിടന്ന് ഷേക്ക് ആവുന്നുണ്ട്. ആ ബ്രേക്ക് ലിവറും മിററും അടക്കം. അപ്പോൾ നമ്മളതിൻ്റെ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗത്ത് ബാക്ക് സൈഡിൽ എഞ്ചിൻ സൈഡിൽ ചെറിയൊരു സൗണ്ട് വേരിയേഷൻ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി സർവീസിനായിട്ട് കയറ്റി അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് ഇതുമേ യൂസ് ചെയ്തേക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. അതേപോലെ ബാക്ക് വീല് കണക്ട് ചെയ്യുന്ന ആക്സിലാണിത്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ നിലവിലൊന്നും ചെയ്യേണ്ട, ആ രീതി തന്നെ പോട്ടെ. കൂടുതൽ കംപ്ലയിൻസോ വല്ല ലീക്കേജ് എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് ആ ഭാഗം അഴിച്ചാൽ മതി. ബാക്കിലത്തെ ടയർ അത്യാവശ്യം കുറച്ചുകൂടി ഉപയോഗിക്കാനുണ്ട്. ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തക്ക കംപ്ലയിൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മളതിൻ്റെ ബാക്ക് വീലും അഴിച്ചിട്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട്. ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്, കമ്പനി ഫിൽറ്ററിന് നമുക്കത് കിടക്കുന്നത്. ഈ സൈഡൊക്കെ ചെളി അതിൻ്റെ ഉള്ളിൽ നിന്ന് മണ്ണ് കയറിയിട്ട് മൊത്തം ബ്ലോക്ക് ആയ കണ്ടോ. അപ്പോൾ നമ്മളൊന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീനാക്കി റീസെറ്റ് ആക്കി ഇടാം. ഞാനത് ഈ സൈഡ് നോക്കട്ടെ. ഇപ്പോൾ ക്ലിയറായിട്ട് ഇവിടെ ക്ലീനായി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് മാറ്റി ഇടേണ്ടി വരും കേട്ടോ. കാരണം എയർ ഫിൽറ്ററേ, കാരണം ഈ സൈഡിലേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളത്തിൻ്റെ അംശം വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ മൊത്തം തുരുമ്പിട്ടൊരവസ്ഥയിലാണ്. ക്ലീൻ ചെയ്ത് നോക്കാം, പറ്റില്ല എന്നുണ്ടെങ്കിൽ മാറ്റി ഇടേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ക്ലച്ച് ഭാഗം അഴിച്ചിട്ടുണ്ട്. ക്ലച്ച് ഭാഗം അഴിച്ച് ചെക്ക് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഓൾറെഡി സൗണ്ട് വേരിയേഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ജനറൽ സർവീസിൽ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ലച്ച് ഗ്രീസിങ് ഉണ്ട്, അതിനൊക്കെ വേണ്ടിയിട്ട് അഴിച്ചാണ് നമ്മൾ കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ബെൽറ്റിൻ്റെ കേസൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. നിലവിൽ കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് കിടക്കുന്നത്. പിന്നെ അതിൻ്റെ ഈ സെൻറ്റർ ഭാഗമൊക്കെ നോക്കുമ്പോൾ ഓൾറെഡി ബെൽറ്റ് പൊട്ടിയ അവസ്ഥയിലാണ് വണ്ടി ഇരിക്കുന്നത് കേട്ടോ. അതായത് വണ്ടിയുമേ ഇപ്പോൾ ഇരിക്കണ ബെൽറ്റ് പൊട്ടി തുടങ്ങിയേക്കണതാണ്. എപ്പോൾ വേണമെങ്കിലും ഈ കൂടുതൽ കംപ്ലയിൻറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു കട്ട കൊണ്ട് പൊളിഞ്ഞു പോന്നാലേ പിന്നെ പെട്ടെന്നായിരിക്കും ബാക്കിയത്തെ പിടിപിടിയിൽ നിന്ന് പോകും. അവസാനം നമ്മൾ വഴിയിൽ പെട്ടു പോകുന്ന സിറ്റുവേഷൻ വരും. അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി കളയാം. ഏകദേശം ഒരു 500-550 രൂപയ്ക്കാണ് നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ വരാം. ക്ലച്ചിൽ കുറച്ച് മെയിൻ്റനൻസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ സൗണ്ട് വ്യത്യാസം വന്നത് നമുക്ക് അതിൻ്റെ ഈ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് ഈ വന്ന 2 വീലുകൾ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല ഷെയ്ക്ക് ഉണ്ട് നല്ല. അപ്പോൾ അതിൻ്റെയാണ് ആ സൗണ്ട് വ്യത്യാസം തന്നെ. അപ്പോൾ ഈ ബോഡിയും അലുമിനിയം ബോഡിയും ഈ ബോസ് ഡ്രൈവും മാറ്റി റീസെറ്റ് ചെയ്യണം. അതേപോലെ ഈ പീസെറ്റ് സ്ലൈഡ് എന്ന് പറയുന്ന യൂണിറ്റ് പ്ലാസ്റ്റിക്കിൻ്റെയാണ്, അത് മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. ഇത് ശരിക്കും ക്ലച്ച് എന്ന് പറയുമ്പോൾ ഡ്രൈ ടൈപ്പ് ക്ലച്ചാണ്. നമുക്ക് ഈ സൈഡിൽ എഞ്ചിൻ ഓയിലോ കാര്യങ്ങളൊന്നുമില്ല. മാനുവലായിട്ട് തന്നെ ഒന്ന് നോക്കി തേമാനുള്ള ഭാഗങ്ങൾ കാണും. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അങ്ങനെ തന്നെ മാറ്റി റീപ്ലേസ് ചെയ്തിടാം. അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റാതിനകത്ത് കേട്ടോ. പിന്നെ അതിൻ്റെ ബാക്കിലത്തെ വീല്, ഈ പുള്ളി വീലൊക്കെ ഓൾറെഡി നല്ല രീതിയിൽ തേമാനമുണ്ട്. അതിൻ്റെ ഈ ഹോളൊക്കെ പിന്നെ കിടന്ന് വർക്ക് ചെയ്തിട്ട് ഹോളൊക്കെ ഓവലായി പോയേക്കണതാണ്. തൽക്കാലം നമുക്കിപ്പോൾ ഈ വീല് മാറ്റാൻ നിൽക്കണമെന്നില്ല. നമുക്ക് ആ പിന്നും റോളറും മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. ശരിക്കും ഇങ്ങനെ കാണിച്ചാൽ നമുക്ക് ഈ വീലുകളൊക്കെ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. കാരണം അത് കുറേ കഴിയുമ്പോൾ ഈ നമ്മുടെ ഉപയോഗം അനുസരിച്ചിട്ട് തേമാനം വന്ന കംപ്ലയിൻ്റ് ആവണതാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു ടൈമാണ്, മാറ്റേണ്ടൊക്കെ ടൈമാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ആ പിന്നും റോളറും മാറ്റിയിട്ട് കഴിഞ്ഞാൽ തൽക്കാലം കുറേ നാളും കൂടി ഉപയോഗിക്കാം. അപ്പോൾ ആ രീതിയിൽ പോട്ടെ. എന്നിട്ട് തീരെ പറ്റാണ്ടാവുമ്പോൾ മാറ്റിയാൽ മതി. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ബെൽറ്റും വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് ഐറ്റംസൊക്കെ നമുക്ക് കൂട്ടത്തിൽ കൂടെ ചേഞ്ച് ചെയ്തിടാം. പിന്നെ ക്ലച്ച് ഔട്ടിൻ്റെ ഭാഗത്തൊക്കെ വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അത് ബെൻഡെക്സൊക്കെ ചെക്ക് ചെയ്തു. നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല. ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് ആയാലും ആ പിന്നൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ആയാലും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ആയാലും സൈഡിൽ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ക്ലച്ചിനകത്ത് ഈ പറഞ്ഞ ബെൽറ്റിൻ്റെ കണ്ടീഷനും ആ വീലുകളൊക്കെ മാറ്റിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് പറയാം. അതനുസരിച്ചിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. കാരണം നമുക്ക് ആ റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനേ. പിന്നെ അതേപോലെ വണ്ടി ഓട്ടത്തിൽ ഓഫായി പോകുന്ന കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റാണ്. ഈ കാർബറേറ്ററിൻ്റെ പ്രോബ്ലം ഇടയ്ക്കിടയ്ക്ക് കാണിച്ചുകൊണ്ടിരിക്കും. കാരണം ഇപ്പോഴത്തെ പെട്രോൾ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്ന അങ്ങനത്തെ പെട്രോളാണ്. ഒന്ന് എത്തനോൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പെട്രോളാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് വണ്ടിക്ക് ഉണ്ടാവും. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഇത് ഈ ക്യാമറയിൽ കൃത്യമായിട്ട് കിട്ടണമെന്നില്ല. അതിൻ്റെ ഉള്ളിൽ ശരിക്കും ഒരു പൗഡർ കണക്കെ സംഭവം ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് കാർബറേറ്റർ ബോഡിക്ക് വന്ന തേമാനമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്റ്റ് വരാമെന്ന് പറഞ്ഞാൽ ഒന്ന് പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് വരും. പെട്രോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടുന്ന സമയത്ത് അടിയിലത്തെ പൈപ്പ് വഴി പെട്രോൾ ഓവർഫ്ലോ ആയി പോകാൻ സാധ്യതയുള്ളതാണ്. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ മിസ്സിങ്ങിൻ്റെ പ്രശ്നമാണ് സ്വാഭാവികമായിട്ട് കാണിക്കുക. അത് ഈ ജെറ്റ് ബ്ലോക്ക് തന്നെയാണ്. അപ്പോൾ ആ ജെറ്റ് നമുക്കൊന്ന് മാറ്റില്ല. ഈ ജെറ്റ് വലിയ പഴക്കമുള്ളതല്ല. പക്ഷേ എന്തായാലും നിലവിൽ നമുക്കിതിപ്പോൾ ഈ ഇതന്നെ ക്ലീൻ ചെയ്തിടാമെന്ന് നോക്കിയാൽ പെട്ടെന്ന് വീണ്ടും ബ്ലോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ 60 രൂപ 65 രൂപ അടുത്താണ് അതിൻ്റെ റേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ മാറ്റിയിടാം. പിന്നെ ഈ പറഞ്ഞ രീതികളെ ഈ എയർ ഫിൽറ്റർ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്തിടാം. കാരണം പറയാൻ കാരണം വെച്ചാൽ
ഇതിൻ്റെ മൗത്തിനകത്ത് ശരിക്കും നല്ല രീതിയിൽ ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഫിൽറ്ററിങ് നടക്കാണ്ട് പൊടി കയറി വന്നിട്ടുണ്ട് സൈഡൊക്കെ ഈ കാണണ്ട. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം, റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. കാരണം എയർ ഫിൽറ്റർ മാറ്റാം, കാർബറേറ്റർ ക്ലീൻ ചെയ്ത് സ്ലോ ജെറ്റ് മാറ്റിയിടാം, പ്ലഗ് ചേഞ്ച് ചെയ്തിടാം. അതാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ടൊന്ന് ഓർക്കട്ടോ. അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ടൊന്ന് ക്ലിയർ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലെ ബ്രേക്കൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്, ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ 2021 മോഡല് 2020 മോഡൽ ബാറ്ററിയാണ് അത് ഇരിക്കണേ. നിലവിൽ അത് ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കല്ല, വോൾട്ടൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴും ഈ പറഞ്ഞ രീതിയുടെ ചെറിയ വേരിയേഷൻസ് വന്നിട്ടുണ്ട്. ഏകദേശം 8.30 വലിയ താമസിച്ചാണ്ട് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. പിന്നെയുള്ളത് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ കൊടുത്തേക്കൂടെ മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട്. അത്രയും കേസാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി വാട്സാപ്പിൽ ഇടാം. ഓക്കെ, കണ്ടൈമൊന്ന് റിപ്ലൈ ചെയ്യാം.